ഫിലിമോളെ, നീ ആ ടി വി ഓഫ് ചെയ്തേ, എന്നിട്ട് അമ്മമ്മനെ കൊണ്ട് കെടുത്തിയേ. ശരി അപ്പോ മതി അമ്മേ, വാ അമ്മ. ഇന്ന് ഇത്ര മതി കേട്ടാ. ഓ, ഇനി കാലത്ത് എണീറ്റ് സുഖാവാട്ടാ. പോയി വല്ലതും തിന്നണതായിട്ട് സ്വപ്നം കണ്ടു കിടന്ന് ഉറങ്ങിക്ക. തിന്ന് ഇന്ന് വയസ്സായി. എന്തുടേ അത്? റേഷൻ കാർഡ്. ഇവിടെ റേഷൻ കാർഡിലെ സത്തനെ ചേർത്തപ്പാ. ജാനുമ്മയുടെ മോനായിട്ടാ ചേർത്തേക്കണേ. അത് കൊള്ളാം. ഇത് അവന്റെ ലൈസൻസ്, ഇത് അവന്റെ ആധാർ കാർഡ്. പിടിച്ചേ. ഇവന്റെ മോറെന്താ ഇങ്ങനെ ഇരിക്കണ? ഇത് ആധാർ കാർഡല്ലേ അപ്പാ. ഇന്ന് വരെ ആരെങ്കിലും മോറ് നേരെ വന്നിണ്ടാ? ഇനി അവനൊരു പാസ്പോർട്ട് എടുക്കണം അല്ലേ? പാസ്പോർട്ട് മാത്രല്ല, ബാങ്ക് അക്കൗണ്ടും എടുക്കണം. അപ്പനെന്താ ചിരിക്കണേ? ഒന്നുമില്ലടി, നീ അവനൊരു ഇന്ത്യൻ പൗരനാക്കി അല്ലേ? അങ്ങനെ അവനൊരു എക്സിസ്റ്റൻസ് ഉണ്ടാക്കി കൊടുത്തു. നീ അവനെ പെറ്റിട്ടില്ല എന്നുള്ളൂട്ടാ. അവൻ നിന്റെ മോനാ. എന്റെ അപ്പാ, അപ്പനല്ലേ അപ്പാ എന്റെ മോൻ. ഫൈനൽ കർവ് ഇതാണല്ലേ? അതെ സാർ. ഇതൊരു വൈറ്റ് കോർണർ ആണ്. അതിനുശേഷം ഇവിടെ ബാങ്കിങ്. ഇവിടെയാണ് ഏറ്റവും വലിയ ജമ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടേബിൾ ടോപ്പ്. അതെ സാർ. കൊള്ളാല്ലേ? നല്ല സാർ, നൈസ്. പിന്നെ സിംഗിൾ ജെംസ് അവിടെ വരും സാറേ. ലിജോ ഒരു മിനിറ്റ്. ശരി സാർ. എങ്ങനെയുണ്ടോ? എല്ലാം നല്ല ഞെരുപ്പായിട്ട് വരണല്ലേ? ആളോളും മൊത്തം ഇളയുണ്ട്. അപ്പൊ കൊള്ളാം. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ഉദ്ദേശിച്ചേ. സാറേ, മഴ പണിയാവോ? ഏയ്, നമുക്ക് നോക്കാടോ. പക്ഷെ നമ്മളൊന്നും അറിയാണ്ട് വേറൊരു ഐറ്റം ഫുൾ ക്രെഡിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കണ്ടേ സാറേ. അതാരാ? ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ദിവാൻജി മൂലക്കാരോട് എന്താ എനിക്ക് കടപ്പാടില്ലേ? ഉണ്ട്, നല്ലോണുണ്ട്. അതുകൊണ്ട് ഇതിൽ സർക്കാരല്ല കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടാലും ശരി, ഈ 41.5 ഇഞ്ച് നെഞ്ചും വിരിച്ച് ഞാനിത് നേടിയെടുക്കുക തന്നെ ചെയ്യും. മാത്രല്ല, ഇതിന്ന് കിട്ടുന്ന വരുമാനം അണാപ്പൈ തെറ്റാണ്ട് നമ്മുടെ പാവപ്പെട്ട മെന്റൽ ഹോസ്പിറ്റൽ അന്തേവാസികൾക്കാവോ? അതാണ് ഉമ്മടെ പ്രയത്നം, ഉമ്മടെ അധ്വാനം. ഇയാള് പറയട്ടോ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നാ മതി. നല്ല ഒരു പരിപാടി ഭംഗിയാവണേലേ പണിക്കാര് മാത്രം പോരാ, നല്ല നീളമുള്ള നാക്കളോട് വേണം. അപ്പൊ ഉഷാറോട്ടും കുറയ്ക്കണ്ട, മാക്സിമം പബ്ലിസിറ്റി വേണം. റേസ് കാണാൻ വന്ന ആൾക്കാരെ കണ്ട തിങ്ങി നിക്കണ തേക്കുംകാട് മൈതാനാ തോന്നണം. അത് നമ്മളെ ഏറ്റു സാറേ. നമ്മളിത് കത്തിച്ചാ കയറ്റും. എത്ര കാലായിട്ടുള്ള ശ്രമാന്നറിയോ സാറേ? എന്നാ അറിയണ സാറേ? ശരി എന്നാ. ഓ ശരി, ബൈ. ഓക്കെ സാർ, കാണാം. സർ, അവിടെയാണ് ഫിനിഷ് ലൈൻ. ഓക്കെ. ഈ വണ്ടിക്ക് നീ കുതിരയുടെ ശക്തി നൽകണമേ. ഈ വണ്ടി ഓടിക്കുന്നവന് നീ ദാവീദിന്റെ പര്യായമാക്കണമേ. ദൈവമേ, ഈ വണ്ടി ഓടിക്കുന്നവന്റെ തടി നീ കാത്തോളണമേ. ദൈവമേ, കഠിനാധ്വാനത്താൽ ഈ വണ്ടി പണിതിറക്കിയ ഞങ്ങളുടെ ഡേവിസേട്ടന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകി നീ സൂപ്പറാക്കണമേ. നമ്മുടെ പൂലിക്കുട്ടനാ ദേവസേട്ടൻ കലക്കിണ്ടല്ലോ. എങ്ങനെയുണ്ട്? പിന്നെ സൂപ്പറായിട്ടുണ്ട്. ദേവസേട്ടൻ എന്താ മുതല്? അല്ല പിന്നെ എനിക്ക് എന്റെ മോളിക്കരുന്ന് പറക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് അവനൊന്ന് കാണണം സ്ട്രൈറ്റ് ആയിട്ട്. ഇല്ല ദൈവം പോലും പൊറുക്കൂല. ക്രിസ്റ്റോ, ഞാനെടാ പറയത് നിന്നൊന്ന് കണ്ടിട്ട് പോമെന്നടച്ചുള്ള. ഒരു സുവിശേഷത്തിനെ പറ്റി അന്തരീക്ഷം അല്ലട്ടോ ഇവിടെ. അറിയാടാ, അല്ലെങ്കിൽ യൂദാസിന്റെ മടയില് പറയതിന് എന്ത് കാര്യം? അത് കലക്കി. നീ ആ ജീതനായിട്ട് ചേർന്ന ഒരു പൊട്ടനിട്ട് ഉരുട്ടുണ്ടെന്ന് കേട്ടില്ല?
ചെക്കന്റെ മേത്ത് മണ്ണ് പറ്റണം നോക്കിട്ടാ. എന്നാ നീ ചെന്ന് മുട്ടി വെക്കടാ, അവിടെ സെറ്റ് ചെയ്താ വെച്ചണ്ട ഞാൻ. എന്തൊരു കാര്യം അറിയണോടാ, ഈ ലുക്ക നോക്കണ്ട, ഇടിച്ചപ്പൊളിച്ചോളെ ഞാൻ. പറയതേ, നീ അത് കണ്ട നല്ല കാറ്റിന്റെ തോളയിടുന്ന ജാതിയോളാ ധവനാ ക്രിസ്റ്റോടെ പേരിലിറങ്ങാൻ പോണ. നീ ഇറക്കിക്കോ, പക്ഷെ നിന്റെ സാത്താന്റെ കാല് കൊണ്ടുള്ള പരിപാടി ഇനി നടന്നാലുണ്ടല്ലോ, അതെങ്ങാനും ഇനി സംഭവിച്ച ക്രിസ്റ്റോ ദിദാ കണ്ട ദിദിമയൊക്കെ എടുത്തി ഉറക്കും ഞാൻ. നല്ല 1000 രൂപ വടി ഉറക്കും ഞാൻ. അതൊന്ന് പറഞ്ഞിട്ട് വേണ അവർ ഇതിവിടെ വന്നത്. വരട്ടാ. പിടിച്ചു. ചേച്ചി നോക്കിയേ, വെറുതെ വരുന്നാവൂലേ. എന്തൊക്കെയുണ്ട് മെമ്പറെ വിശേഷം? കലക്ടർ സാറ് ഏൽപ്പിക്കാൻ പറഞ്ഞതാ, ഏൽപ്പിക്കാനിട്ടാ. ശരി കേട്ടോ, കാണാം. ശരി ശരി ശരി. നമുക്കൊന്ന് ക്വാർട്ടേഴ്സിലേക്ക് വിട്ടാലോ? എന്നാ പിന്നെ ഈ വഴി തന്നെ അങ്ങ് പോവല്ലേ? കൊള്ളാലോ. പോണ വഴിക്ക് എനിക്ക് ആ മെഡിക്കൽ ഷോപ്പിലൊന്ന് ഇറങ്ങേണ്ട കാര്യമുണ്ട്. കൊള്ളാല്ലേടാ. അപ്പൊ ഇതൊക്കെയാണ് കഥ. ഇനി ബാക്കിയുള്ളത് മക്കൾ ലൈവായിട്ട് അങ്ങോട്ട് കണ്ടാലോ? നല്ല ഹരത്തില് ആയിക്കോട്ടെ. ആണാ ലൈവ്, അപ്പൊ നീ ലൈവായിട്ടാണ് കാണാ അല്ലേ? നമ്മൾ ജയിക്കാൻ ജനിച്ചവർ നമ്മൾ. തീ പറന്ന കൊടുങ്കാറ്റായി കുതിച്ചു കുതിച്ചു കുറുകെ വാരാ കനവിൻ കുടമാറ്റം, മനസ്സിൽ ഉയരും ആവേശം. ദിവാജി മൂലയിലെ പിള്ളേര്, ഞരമ്പിൽ തീയുള്ള പിള്ളേര്. ഞങ്ങളെ തൊട്ടാക്കളി ചോറ് തിരിച്ച് കാണില്ല നീ നാട്. എന്തുട ജിതേന്ദ്ര, ഇവനാണാ നീയും പറയുന്നതും കൂടെ പണിതെടുത്ത്? ഇവനെ മിണ്ടും കേൾക്കൊന്നുമില്ലല്ലോ, ഒന്ന് വീണ കരയാൻ പോലും പറ്റില്ല. അവനെ കണ്ട നമ്മുടെ ചെക്കനാ, അവന്റെ കാറിലേക്ക് ഇറങ്ങാൻ നിൽക്കുക. ഇത് വെറുതെ ഒരു പ്രാക്ടീസ്. അതിനിടയ്ക്ക് ഈ പൊട്ടനെയും കൊണ്ട് വഷളാവോടാ വേറിയത്. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് വിളമ്പിയ ദൈവത്തിന് ഒന്നും അല്ല. അത് നീ ഓർത്തു, ക്രിസ്തുവിന്റെ പേരുള്ള കോട്ടാളോ. പോയടാ. ഒന്നുമില്ലടാ, ഒന്നുമില്ല. ട്രാക്കിൽ തീയാ പാറിച്ചോ, നീയാ ജയിക്കൂട്ടാ. എഫിയെ പറഞ്ഞു കൊടുക്കടി. നീ പറ്റുള്ള ഒന്നും പേടിക്കണ്ടേട്ടാ, പോയി കാലിക്കിട്ട് വാ. കയ്യെടുക്കടാ.